നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായി മാറി തിരുവനന്തപുരം എം പി ശശി തരൂരിൻ്റെ അസാന്നിധ്യം. ഇത് കോൺഗ്രസ്സുകാർ ചോദിച്ചു വാങ്ങിച്ചിട്ടുള്ള കാര്യമാണ്. അവർക്ക് പലപ്പോഴും ഇത് തിരിച്ചടി തന്നെ ഉണ്ടാക്കും. പക്ഷേ ഷൗക്കത്തോടെ വിജയിക്കും. പക്ഷെ അതിനപ്പുറം ഇവർക്ക് മറ്റൊരു തരത്തിൽ ഇനി അങ്ങോട്ട് മുന്നോട്ടൊരു മൈലേജ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമായിരുന്നു തരൂരിനെ അവിടെ ഇറക്കിയിരുന്നെങ്കിൽ. അതാണ് ഇവർക്ക് പറ്റിയിട്ടുള്ള പരാജയം മുഴുവൻ. തരൂരിനെ അവർക്ക് മനസ്സിലായിട്ടില്ല. കോൺഗ്രസിനെ തരൂരിന് മനസ്സിലായിട്ടുണ്ട്. ഈ തരൂരിനെ ഉൾക്കൊള്ളാൻ കോൺഗ്രസ്സുകാർക്ക് ബുദ്ധിമുട്ടാണ്. കോൺഗ്രസിനെ ഉൾക്കൊള്ളാനും തരൂരിന് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള തരൂര് 2009 തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുന്ന കാലം മുതൽ തന്നെ കോൺഗ്രസ്സുകാർക്ക് കല്ലുകടിയായിട്ട് നിന്നിട്ടുള്ള ആളാണ്. 2024 എത്തുമ്പോൾ, അതായത് 4ാം തവണ മത്സരിക്കുമ്പോൾ തരൂര് തന്നെ പറഞ്ഞു, ഞാനിതാ അവസാനത്തെ മത്സരമാണ് എന്ന്. തരൂര് ചില കാര്യങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഒരുപക്ഷെ നരേന്ദ്രമോദിയുമായിട്ടും BJPയുമായിട്ടും തരൂർ വളരെയധികം അടുക്കുകയും ചെയ്തു. ആ അടുപ്പം മറ്റൊരു തരത്തിൽ വിനിയോഗിക്കേണ്ട കോൺഗ്രസ് എവിടെ പോയിരുന്നു? അതിനെ തെറ്റായ തരത്തിൽ ശശി തരൂർ തന്നെ പറയുന്നുണ്ട്, രാഷ്ട്രീയവും ചരിത്രവും രാഹുൽ ഗാന്ധി നന്നായി പഠിക്കേണ്ടിയിരിക്കുന്നുവെന്ന്. ഇതിൽ കൂടുതൽ ഒരു നല്ല കൊട്ട് കിട്ടാൻ വേറെ എന്തുണ്ട്? കോൺഗ്രസിനകത്തുള്ള ഒരാൾ തന്നെ പറയുകയാണ്. കോൺഗ്രസിനകത്ത് വേറെ ആരെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ? കോൺഗ്രസിനകത്ത് ആർക്കെങ്കിലും അല്ലെങ്കിൽ രാഷ്ട്രീയവും ചരിത്രവും അറിയാവുന്ന ഒരാളാണ്. രാഷ്ട്രീയവും ചരിത്രവും നയതന്ത്ര ബന്ധങ്ങളും ഒക്കെ തന്നെ അറിയാവുന്ന ഒരു വിശ്വപൗരനാണ് തരൂര്. തിരുവനന്തപുരത്തെ MP എന്നുള്ള രീതിയിൽ അദ്ദേഹം പരാജിതനായിരിക്കാം ഒരുപക്ഷെ. അപ്പോൾ ചോദിക്കും, 4 വട്ടമായിട്ട് വിജയിക്കുന്നില്ലേ? 4 വട്ടമായിട്ട് വിജയിക്കുന്നു എന്ന് വിചാരിച്ച് മണ്ഡലത്തിൽ MP എന്നുള്ള രീതിയിൽ വലിയ വിജയമൊന്നുമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാവേലിക്കരയിൽ 8-9 തവണയായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് അതിഗംഭീരനായ MP ആണ്. ഒന്നുമല്ല, ബിഗ് സീറോയാണ്. മണ്ഡലത്തിലുള്ളവർക്ക് വേണ്ട എന്നുള്ളതാണ്. അപ്പൊ തരൂരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വേറൊരു തലത്തിലേക്ക് അങ്ങ് മാറുകയാണ് ചെയ്തത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരം നടന്നു മല്ലികാർജുൻ ഖാർഗെയും ശശി തരൂരുമായിട്ട്. മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരു കടൽ കിഴവനാണ്. ഈ കടൽ കിഴവന്മാരെ തന്നെ വീണ്ടും എടുത്ത് കോൺഗ്രസിന്റെ അമരത്തേക്ക് കൊണ്ടുവരിക, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വധേര ഗാന്ധിയും ഒക്കെ കൂടെ പറയുന്നത് ഇപ്പുറത്ത് വന്നു നിന്ന് മാധ്യമങ്ങളോടെ പറയുക. ഇത് മാത്രമാണ് ഈ മല്ലികാർജുൻ ഖാർഗെ ചെയ്തത്. മറിച്ച് ഇവർ ശശി തരൂരിനെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇവർക്ക് ഭയമാണ്. കോൺഗ്രസ് പാർട്ടി ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമോ? ഇറങ്ങേണ്ടി വരും. കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ പപ്പുമോനും സോണിയ അമ്മച്ചിക്കും പ്രിയങ്ക ഗാന്ധിക്കും അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്കും ജവഹർലാൽ നെഹ്റുവിനും ഒന്നും തീരെഴുതിയിട്ടുള്ളതല്ലോ. അത് അവിടെ നിന്ന് എടുത്ത് അവിടെ തളച്ചു കെട്ടിയിരിക്കുന്നത് ശശി തരൂർ അഴിച്ചുവിടുമായിരുന്നു. 24 അംഗ സംഘങ്ങളുള്ള ഒരു ടീം തന്നെ കോൺഗ്രസിനെ തിരുത്താൻ വന്നല്ലോ. പലരും പല വഴികളിൽ പോയില്ലേ. ശശി തരൂർ ഓരോ തവണ അവരെ വെട്ടിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിലൂടെ ഈ കോൺഗ്രസ്സുകാർ ശശി തരൂരിനെ നിലമ്പൂരിൽ കൊണ്ടു ചെല്ലണമായിരുന്നു. രാജ്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ ലോകത്ത് വിളിച്ചു പറഞ്ഞത് കോൺഗ്രസിലുള്ള ശശി തരൂരാണ് എന്ന് പറഞ്ഞുകൊണ്ട് മണ്ഡലത്തിൽ പോകണമായിരുന്നു. ഷൗക്കത്തിന് 10 വോട്ട് കൂടുതൽ കിട്ടുമായിരുന്നു. അതിവർ മനസ്സിലാക്കുന്നില്ല. അപ്പോഴും തരൂരിനെ ഒതുക്കണം എങ്ങനെ എന്നുള്ളതിനെ കുറിച്ചാണ് ആലോചന. തരൂരിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പലസ്തീൻ പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ചയാകുമോ? ഒന്നുമില്ല. ഓപ്പറേഷൻ സിന്ദൂറിൽ മാത്രം കേന്ദ്രീകരിക്കണം. അതിൽ വെച്ചുകൊണ്ട് തന്നെ CPM-നെ വെട്ടണം. മുസ്ലിം ലീഗിൽ നിന്ന് പ്രതിനിധിയായിട്ട് ET മുഹമ്മദ് ബഷീർ പോയില്ലേ? അതാണ് മുസ്ലിം ലീഗ് അവിടെ നിശബ്ദമായ രീതിയിൽ അവർ ജോലി ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു.
കോൺഗ്രസ്സുകാരതല്ല ചെയ്യുന്നത്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, പാർട്ടിയിലുള്ളവർക്കും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനവും പ്രസ്താവനകളുമാണ് നടത്തുന്നത്. മുസ്ലിം ലീഗ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പ്രസ്താവനയും ഇറക്കി പാർട്ടിയെ പ്രതിരോധത്തിലൊന്നും ആക്കാൻ പോകുന്നില്ല. പിന്നെ കോൺഗ്രസിനകത്ത് ഒരു അപ്രമാദിത്വം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതെന്തുകൊണ്ട് അപ്രമാദിത്വം കാണിക്കുന്നു? കോൺഗ്രസ്സുകാരന്മാർ കഴിവുകെട്ടവന്മാരായതുകൊണ്ടാണ് മുസ്ലിം ലീഗിന് അങ്ങനെ കയറിയ അപ്രമാദിത്വം കാണിക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ടെങ്കിലുമാണ് കോൺഗ്രസ് അല്പമെങ്കിലും മെച്ചപ്പെട്ടു പോകുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഹൈക്കമാൻഡിനെ അറിയിക്കുന്നത് കൊണ്ടാണ്. പ്രിയങ്ക ഗാന്ധി വന്നാലും ഇവിടെ ഇന്ദിരാഭവനിൽ എത്തുന്നതിന് മുമ്പായിട്ട് സാദിഖ് അലി തങ്ങളെയാണ് പോയി കാണുന്നത്. അപ്പോൾ എന്തായാലും ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ വലിയ പ്രാധാന്യം കാണുന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പ്. അവിടെ അങ്ങനെയുള്ളിടത്തേക്ക് അവർ തരൂരിനെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ലീഗിന് ഒരുപക്ഷെ തരൂരിനെ കൊണ്ടുവരണമെന്ന് തന്നെ താല്പര്യമുണ്ടായിരുന്നു. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ മുസ്ലിം ലീഗിൽ നിന്ന് പോയ ഇ.ടി. മുഹമ്മദ് ബഷീർ റിയാദിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം രാജ്യത്തിന് വേണ്ടിയാണ് സംസാരിച്ചത്, അല്ലാതെ ഒരു പ്രതിപക്ഷ നിരയിലിരുന്നല്ല സംസാരിച്ചത്. രാജ്യം ഭീകരാക്രമണത്തെ, ഭീകരവാദികളെ എങ്ങനെ നേരിട്ടു, ഭീകരതയുടെ ഉറവിടമായ പാകിസ്ഥാനോട് എങ്ങനെ എതിരിട്ടു, ഈ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ശശി തരൂരും ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ദേശസ്നേഹിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ പാർലമെന്റിൽ ഞാൻ പ്രതിപക്ഷത്തായിരിക്കാം, ഇപ്പോൾ ഇവിടെ ഞാൻ ഇന്ത്യ മഹാരാജ്യത്തെ പ്രതിനിധീകരിച്ചാണ് വന്നത്. ഈ അവസരത്തിൽ രാഹുൽ ഗാന്ധി ലോകം മുഴുവൻ നടന്നുകൊണ്ട് പ്രധാനമന്ത്രിക്കും രാജ്യത്തിനുമെതിരെ പ്രസ്താവന നടത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അവിടെ നിലമ്പൂരിൽ ശശി തരൂരിനെ ഇറക്കിയിരുന്നുവെങ്കിൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഒരു വലിയ വിജയത്തിലേക്ക് പോകുമായിരുന്നു എന്നുള്ളതാണ്. അത് അവർക്ക് പിന്നീട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലായാലും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം അവർക്കും ആഘോഷിക്കാമായിരുന്നു. കഴിവുള്ളവരായിരുന്നുവെങ്കിൽ ഈ സർക്കാരിനേക്കാൾ, നരേന്ദ്രമോദി സർക്കാരിനേക്കാൾ കൂടുതലായിട്ട് ഇവർക്ക് ആഘോഷത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതിന് സാധിക്കാത്ത കഴിവുകെട്ടവരായി പോയി കോൺഗ്രസ്സുകാരെന്നുള്ളതാണ്. തരൂരിനെ നിലമ്പൂരിൽ പടിവാതിൽക്കൽ എത്തിച്ചില്ല എന്നുള്ളതാണ്. അതൊരു വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് കോൺഗ്രസ്സുകാർ കാണുന്നത്. അങ്ങനെ കൊണ്ടുവരാതിരിക്കുക, ഈ കൊണ്ടുവരാതിരിക്കുമ്പോഴാണ് അത് അവിടെ ചർച്ചയാകുന്നത്. തരൂര് വന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ ആരും പഠിപ്പിക്കണ്ട, കാര്യങ്ങൾ വിശദമാക്കി കൊടുക്കും. എന്തുകൊണ്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയത് എന്നുള്ളത് പോലും കൃത്യമായി തരൂരിന് വിശദീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത് കോൺഗ്രസിന് തന്നെ കിട്ടേണ്ട മൈലേജ് കോൺഗ്രസ്സുകാർ തന്നെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. അവരുടെ കുഴി അവർ തന്നെ വെട്ടിയെന്ന് സാരം.